നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മറ്റ് വിഷയത്തിലേക്ക് ഇതിപ്പോൾ ഇന്നലെ റിസാലയിൽ, അതായത് കാന്തപുരം വിഭാഗത്തിൻ്റെ മാസികയിലും അതിന് തൊട്ടു മുമ്പ് സമസ്തയുടെ നേതാവ് ബഹാവുദ്ദീൻ നദ്വിയും അടക്കമുള്ളവർ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മലപ്പുറം പരാമർശമാണ് വിഷയം. ദ ഹിന്ദുവിൽ ആ മലപ്പുറം പരാമർശം വന്നത് PR ഏജൻസി വഴിയാണ് എന്ന് ഹിന്ദു സമ്മതിക്കുന്നു. മുഖ്യമന്ത്രി അതിൽ തെറ്റുകാരനല്ല എന്ന മട്ടിലാണ് ഹിന്ദു പറയുന്നത്. പക്ഷേ PR ഏജൻസിയെ ഏൽപ്പിച്ചു എന്നുകൂടി പത്രം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ലീഗ് നിലപാട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാന്തപുരം വിഭാഗമാണെങ്കിലും സമസ്തയിലെ ഒരു വിഭാഗമാണെങ്കിലും ഈ മലപ്പുറം പരാമർശം ഈ മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാനുള്ള ചില രാഷ്ട്രീയ സംഘടനകളുടെ അസഹിഷ്ണുത CPM-നുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അത് വലിയ വീഴ്ചയാണ് എന്ന മട്ടിലാണ് അവതരിപ്പിക്കുന്നത്. ലീഗ് എങ്ങനെയാണ് ഈ PR വിഷയത്തെ സമീപിക്കുന്നത്? ഞങ്ങൾ വളരെ ഗുരുതരമായി തന്നെയാണ് ഇത് കാണുന്നത്. CPM കുറച്ച് കാലമായി ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇത് തനിയെ വന്നതാണ്, അദ്ദേഹത്തിൻ്റെ വാർത്താ കുറിപ്പിലേക്ക് ഇത് കടന്നു വന്നതാണ്, അത് അറിയാതെ വന്നതാണ് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ PR ഏജൻസി ഇത് എഴുതി കൊടുക്കണമെങ്കിൽ ശക്തമായ സംവിധാനം അതിന് പിറകിലുണ്ടാവും. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ബോധപൂർവമായി ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന് നിങ്ങൾ പറയുന്നു. ആസൂത്രിതമല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആഗ്രഹിക്കാത്തതും ഉദ്ദേശിക്കാത്തതുമായ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ വന്നു എന്നത് സത്യമല്ലേ? അത് ആര് വരുത്തി എന്ന് നോക്കിയിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ ഹിന്ദുപത്രം തെറ്റായി എഴുതിയതാണെങ്കിൽ ഹിന്ദുപത്രത്തിനെതിരെ കൊടുക്കണം. ഹിന്ദുപത്രം പറയുന്നു PR എഴുതി തന്നാണ്. അങ്ങനെ PR എഴുതി തന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണെങ്കിൽ ആ PR ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ? അത്യന്തം ഗുരുതരമായൊരു സംഭവമല്ലേ ഇത്? അത്യന്തം ഗുരുതരം. ജനവിഭാഗങ്ങളെ ഭാഗിച്ച് വിഭജിച്ച് അവരെ വിഭാഗീയത സൃഷ്ടിച്ച് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, വർഗീയതയുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ, വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇത് ആസൂത്രിതമായിട്ടാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതാണെന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? അതല്ല മുഖ്യമന്ത്രിയുടെ സ്വകാര്യമായ ഇപ്പോൾ PV അൻവറൊക്കെ ആരോപിക്കുന്നത് പോലെയുള്ള വ്യക്തിപരമായ ആവശ്യങ്ങളുടെ പുറത്തുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പരാമർശമായിട്ടാണോ താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? വ്യക്തിപരമായ പരാമർശമാകുന്നതിന് ധാരാളം സാധ്യതകളുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നില്ല. വ്യക്തിപരമായ പരാമർശങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ഇടപെടുന്നില്ല? പാർട്ടിയുടെ അഭിപ്രായമല്ലെങ്കിൽ പാർട്ടി ഇടപെടണ്ടേ? ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റികളൊക്കെ ചേർന്നുകൊണ്ടിരിക്കുക. അവരൊരു തീരുമാനമെടുത്ത് ഇത്തരം മുഖ്യമന്ത്രിക്കെതിരായി അപവാദം ഉണ്ടാക്കി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ, ഡാമേജ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡാമേജ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു വാർത്ത കൊടുത്ത ഏജൻസിക്കെതിരെ പാർട്ടി കേസ് കൊടുക്കണ്ടേ? പാർട്ടി അടങ്ങുന്നില്ലല്ലോ. പാർട്ടിയും മുഖ്യമന്ത്രിയെ ഭയപ്പെട്ട് നിൽക്കുകയാണോ? മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ പേഴ്സണൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി അത് നമുക്ക് പ്രത്യേകം കാരണം ഡൽഹിയിൽ പോയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഹിന്ദു പത്രത്തിന്, ഇംഗ്ലീഷ് മാധ്യമത്തിനാണ് കൊടുത്തത്. അപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും ഇത് കാണണം. ഞാൻ അവരുടെ കൂടെയാണ് ആശയങ്ങളിൽ, മുസ്ലിം സമുദായത്തിനെതിരാണ് എന്നത് ബോധപൂർവം BJP RSS നേതൃത്വം മനസ്സിലാക്കാൻ വേണ്ടി ADGP അജിത് കുമാറിനോട് പറഞ്ഞയച്ചതിന് അപ്പുറത്തേക്ക് ഞാൻ നേരിട്ട് പറയുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അവരുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ നിയമ നടപടികൾ ഉണ്ടാകണ്ടേ? ഇതുവരെ അത് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അവരെ തള്ളിപ്പറയാൻ പോലും തയ്യാറായിട്ടില്ല പാർട്ടിയും മുഖ്യമന്ത്രിയും. അതായത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യമുണ്ടാവാം, പക്ഷേ പാർട്ടി അത് തള്ളാത്തിടത്തോളം കാലം പാർട്ടിയുടെ നയത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന നിലയിൽ കൂടി താങ്കൾ ഇതിനെ കാണുന്നു? തീർച്ചയായും കാണേണ്ടതല്ലേ. പാർട്ടി തള്ളാതിരിക്കുന്നിടത്തോളം കാലം അത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് വിശ്വസിക്കാനല്ലേ ന്യായം.